KCN News brought to you by City Gold and Diamonds, Kerala, Karnataka. The glow of purity, now 20 years. നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർണാടക ബണ്ട്വാളിൽ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് 21-കാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. ബെൽത്തങ്ങാടി ഒഡിലനൽ സ്വദേശി ചേതനാണ് പിടിയിലായത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ റാക്കിംഗ് പരാതി, 13 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മാർച്ച് നടത്തിയ DYFI പ്രവർത്തകർക്കെതിരെ കേസ്. 107ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവം. നാഷണൽ യൂത്ത് ലീഗ് മാർച്ചും ധർണയും നടത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു. 175 പേർക്ക് 5 ലക്ഷം രൂപ വീതമാണ് വിതരണം ചെയ്തത്. കുമ്പള മുജുങ്കാവ് ക്ഷേത്രക്കുളത്തിൽ ഗൃഹനാഥയെ മരിച്ച നിലയിൽ കണ്ടെത്തി. എടനാട് ബാങ്കിന് സമീപത്തെ രാമകൃഷ്ണയുടെ ഭാര്യ M. സുനിതയാണ് മരിച്ചത്. FSCTA നേതൃത്വത്തിൽ സായാഹ്ന സദസ്സ് നടത്തി. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PK വിനോദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കർണാടക ബണ്ട്വാളിൽ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് 21-കാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. ബെൽത്തങ്ങാടി ഒഡിലനൽ സ്വദേശി ചേതനാണ് പിടിയിലായത്. ബണ്ട്വാൾ ഉള്ളിഗ്രാമിലെ ബാലപ്പ ഗൌഡയുടെ മകൾ ലാവണ്യയാണ് പ്രതി ബണ്ട്വാൾ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് പട്ടാപ്പകൽ കൊലപ്പെടുത്തിയത്. കർണാടക ബണ്ട്വാളിൽ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് 21-കാരിയെ പട്ടാപകൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. വാമഞ്ചൂർ പച്ചനാടി സ്വദേശി ചേതനാണ് പിടിയിലായത്. ബണ്ട്വാൾ ഉള്ളിഗ്രാമിലെ ബാലപ്പ ഗൌഡയുടെ മകൾ ലാവണ്യയാണ് കൊല്ലപ്പെട്ടത്. ബണ്ട്വാൾ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് പട്ടാപകൽ അതിക്രൂരമായാണ് പ്രതി ലാവണ്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 4 വർഷം മുൻപ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. പിന്നീട് പ്രണയത്തിൽ നിന്നും പെൺകുട്ടി പിന്മാറുകയായിരുന്നു. ഇതിലുള്ള പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിനു ശേഷം പെൺകുട്ടിയുടെ പിതാവിനെ ചേതൻ ഫോൺ വിളിച്ച് മകളെ കൊലപ്പെടുത്തിയെന്നും താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും അറിയിച്ചിരുന്നു. ബെൽത്തങ്ങാടി ഒഡിലനൽ സ്വദേശിയായ പ്രതി ചേതനെ നാടകീയമായാണ് പോലീസ് പിടികൂടിയത്. മംഗളൂരുവിന് സമീപം വാമഞ്ചൂർ പച്ചനാടിയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. ನಿನ್ನೆ ದಿವಸ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ಬಂಟ್ವಾಲ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ವ್ಯಾಪ್ತಿನಲ್ಲಿ ಒಂದು ಮರ್ಡರ್ ಆಗಿದೆ. ಅದರಲ್ಲಿ ಲಾವಣ್ಯ ಎಂದು ಒಂದು 21 ವರ್ಷದ ಹುಡುಗಿಯನ್ನು ಯಾರೋ ಒಬ್ಬ ವ್ಯಕ್ತಿ ಮರ್ಡರ್ ಮಾಡಿದ್ದಾನೆ ಎಂದು ಒಂದು ದೂರು ಬಂದಿದೆ. ಅದರ ನಿಟ್ಟಿನಲ್ಲಿ ಬಂಟ್ವಾಲ್ ಟೌನ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನಲ್ಲಿ ಕ್ರೈಮ್ ನಂಬರ್ 95/26 ಅಂಡರ್ ಸೆಕ್ಷನ್ 78(126) ಮತ್ತು 103 BNS ಪ್ರಕಾರ ಕೇಸ್ ದಾಖಲು ಮಾಡಿ ಕೊಲ್ಲಲಾಗಿದೆ. ಅದು ಎನ್ಕ್ವೈರಿ ಸಂದರ್ಭದಲ್ಲಿ ಅವಳನ್ನು ಮರ್ಡರ್ ಮಾಡಿರೋದು ಅವಳ ದೂರದ ರಿಲೇಟಿವ್ ಆಗಿದ್ದ ಚೇತನಂದ ಒಬ್ಬನು ಆ ಹುಡುಗಿಯನ್ನು ಏಕಪಕ್ಷವಾಗಿ ಲವ್ ಮಾಡ್ತಾ ಇದ್ದ. ಅವನೇ ಮರ್ಡರ್ ಮಾಡಿದ್ದಾನೆ, ತಲ್ವಾರನ್ನು ತಗೊಂಡು ಬಂದು ಎಂದು ಗೊತ್ತಾಗಿದೆ. ತದನಂತರ ಆರೋಪಿ ಪತ್ತೆ ಹಚ್ಚಲಿಕ್ಕೆ ವಿಶೇಷ ತಂಡಗಳನ್ನು ನೇಮಿಸಲಾಗಿದೆ. ಇವತ್ತಿನ ಬೆಳಗ್ಗೆ ಆರೋಪಿಯನ್ನು ಮ್ಯಾಂಗ್ಳೂರ್ನಲ್ಲಿ ಅವನನ್ನು ಸೆಕ್ಯೂರ್ ಮಾಡಿಕೊಳ್ಳಲಾಗಿದೆ. ತದನಂತರ ಅವನು ವಿಚಾರಣೆ ಮಾಡುವಾಗ ಅವನು ಇಲಿ ಪಾಶನ ತಗೊಂಡಿದ್ದಾಗ ಹೇಳಿರ್ತಾನೆ. ಈ ನಿಟ್ಟಿನಲ್ಲಿ ಅವನನ್ನು ಸರ್ಕಾರಿ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಈಗ ಅಡ್ಮಿಟ್ ಮಾಡಲಾಗಿದೆ. ನಂತರ ಅವನನ್ನು ಅರೆಸ್ಟ್ ಪ್ರೊಸೀಜರ್ ಕಂಪ್ಲೀಟ್ ಮಾಡಿ ಈಗ ಲೀಗಲ್ ಮುಂದೆ ಕಾನೂನು ಕ್ರಮ ತಗೊಳ್ಳಲಾಗುವುದು.
വ്യാഴാഴ്ച വൈകിട്ട് ബണ്ട്വാൾ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു കൊലപാതകം. കല്ലടിക്കയിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിലെ ജീവനക്കാരിയാണ് കാക്യപ്പദവിനടുത്തുള്ള കൊടങ്കയിൽ താമസിക്കുന്ന ലാവണ്യ. നടക്കുന്ന കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ ഒരു യാത്രക്കാരനാണ് പകർത്തിയത്. ലാവണ്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതി ചേതൻ ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വീട്ടിലേക്ക് പോകുവാനായി ബസ് സ്റ്റാൻഡിൽ എത്തിയതായിരുന്നു ലാവണ്യ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ റാഗിംഗ് പരാതിയിൽ 13 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് റാഗിങ്ങിനിരയായത്. 2ഉം 3ഉം വർഷ ബിരുദ വിദ്യാർത്ഥികൾ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി ദേഹോപദ്രവമേൽപ്പിച്ചുവെന്നാണ് പരാതി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥിയെ റാഗിങ്ങിനിരയാക്കിയതായി പരാതി. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് റാഗിങ്ങിനിരയായത്. സംഭവത്തിൽ 2ഉം 3ഉം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 13 പേരെ സസ്പെൻഡ് ചെയ്തു. പ്രിൻസിപ്പാൽ VS അനിൽകുമാറാണ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തത്. ജൂലൈ 13-ന് കോളേജ് ക്യാമ്പസിൽ വെച്ചായിരുന്നു സംഭവം. ഒരു സംഘം വിദ്യാർത്ഥികൾ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥി രക്ഷിതാക്കളെ വിവരമറിയിക്കുകയും തുടർന്ന് കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകുകയുമായിരുന്നു. കോളേജ് അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച ചേർന്ന ആന്റി റാഗിംഗ് സെൽ യോഗം പരാതി പരിശോധിച്ച് നടപടിക്ക് ശുപാർശ ചെയ്യുകയായിരുന്നു. ഇരയായ വിദ്യാർത്ഥി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കോളേജിൽ നിന്നും അച്ചടക്ക നടപടിയെടുത്ത വിദ്യാർത്ഥി ഉൾപ്പെടെ 4 പേർ പുറത്തുനിന്ന് എത്തി റാഗിംഗ് ചെയ്തതായും പരാതിയിൽ പറയുന്നു. കുട്ടിയുടെ മൊഴിയെടുത്ത് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മാർച്ച് നടത്തിയ DYFI പ്രവർത്തകർക്കെതിരെ കേസ്. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ 107 പേർക്കെതിരെയാണ് കേസെടുത്തത്. ശസ്ത്രക്രിയയ്ക്കിടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ സമഗ്രാന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DYFIയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് നടത്തിയ DYFI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ 107 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, പ്രസിഡന്റ് MV രതീഷ്, സുഭാഷ് പാടി, ഇമ്മാനുവൽ, സുനിൽകുമാർ, വൈശാഖ്, ദീക്ഷിത എന്നിവർക്കും കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയുമാണ് കേസെടുത്തത്. പൊതുജന ഗതാഗതവും പൊതുജന സഞ്ചാരവും തടസ്സപ്പെടുത്തി എന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കുട്ടിയുടെ മരണം സംബന്ധിച്ച് പ്രത്യേക മെഡിക്കൽ ടീം രൂപീകരിച്ച് സമഗ്രാന്വേഷണം നടത്തണം. കുടുംബത്തിന് അടിയന്തരമായി അർഹമായ നഷ്ടപരിഹാരം നൽകണം. ഇയാസിന്റെ സഹോദരങ്ങളുടെ തുടർ പഠനം സർക്കാർ ഏറ്റെടുക്കണം. കൈക്കൂലിക്കാരനായ ഡോക്ടറെ സർവീസിൽ നിന്നും പുറത്താക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു DYFI മാർച്ച് നടത്തിയത്. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടായിരുന്നു മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. INL ജില്ലാ പ്രസിഡന്റ് അസീസ് കടപ്പുറം ഉദ്ഘാടനം ചെയ്തു. മാർച്ചിൽ സംഘർഷ സാധ്യതയുണ്ടാകുമെന്ന് കരുതി വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് ആശുപത്രി പരിസരത്ത് ഒരുക്കിയത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9കാരൻ മരിച്ച സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു.
INL ജില്ലാ പ്രസിഡന്റ് അസീസ് കടപ്പുറം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാർച്ചിൽ സംഘർഷ സാധ്യതയുണ്ടാകുമെന്ന് കരുതി വൻ സുരക്ഷാ സംവിധാനങ്ങളായിരുന്നു പോലീസ് ആശുപത്രി പരിസരത്ത് ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു. 175 പേർക്ക് 5 ലക്ഷം രൂപ വീതമാണ് വിതരണം ചെയ്തത്. 2017 എൻഡോസൾഫാൻ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുകയും എന്നാൽ അന്തിമ പട്ടികയിൽ വരാതെ പോകുകയും ചെയ്ത ദുരിതബാധിതർക്കുള്ള 5 ലക്ഷം രൂപ വീതമുള്ള ധനസഹായ വിതരണം ആരംഭിച്ചു. ഇതുവരെ 175 ഗുണഭോക്താക്കൾക്കായി ആകെ 8,75 ലക്ഷം രൂപ ധനസഹായം വിതരണം ചെയ്തതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തഹസിൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്താണ് ജില്ലാ കളക്ടർ ധനസഹായ വിതരണ നടപടികൾ വേഗത്തിലാക്കിയത്. 2017 പ്രാഥമിക പട്ടികയിൽ മാത്രം ഉൾപ്പെടുകയും ഇതുവരെ ധനസഹായം ലഭിക്കാതിരിക്കുകയും ചെയ്ത 1031 പേരിൽ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർ അപേക്ഷിക്കേണ്ടതാണ്. അക്ഷയ സെന്ററുകൾ വഴി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ ഇവയാണ്: OP നമ്പർ, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡ് എന്നിവയാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ. കഴിഞ്ഞ വർഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പുകളിൽ പങ്കെടുത്ത എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടിക തുടർ നടപടികൾക്കായി ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. 2017 എൻഡോസൾഫാൻ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് മെഡിക്കൽ ബോർഡ് അംഗീകരിച്ച പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുകയും എന്നാൽ അന്തിമ പട്ടികയിൽ വരാതെ പോകുകയും ചെയ്ത ദുരിതബാധിതർക്കുള്ള ധനസഹായമാണ് നിലവിൽ വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള മുജുങ്കാവ് ക്ഷേത്രക്കുളത്തിൽ ഗൃഹനാഥയെ മരിച്ച നിലയിൽ കണ്ടെത്തി. എടനാട് ബാങ്കിന് സമീപത്തെ രാമകൃഷ്ണയുടെ ഭാര്യ M. സുനിതയാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുമ്പള മുജുങ്കാവ് ക്ഷേത്രക്കുളത്തിൽ ഇന്നലെ വൈകിട്ട് 5:30 മണിയോടെയാണ് സുനിതയെ മരിച്ച നിലയിൽ കണ്ടത്. പുഴയിൽ ഒരാൾ അകപ്പെട്ട നിലയിൽ കണ്ടെത്തിയതായി കുമ്പള പോലീസ് സ്റ്റേഷനിൽ നിന്നും അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചതിനെ തുടർന്ന് സീനിയർ ഫയർ ആൻഡ് ഓഫീസർ സുഗുവിന്റെ നേതൃത്വത്തിലുള്ള സേന സംഭവസ്ഥലത്തെത്തുമ്പോൾ സുനിതയുടെ മൃതശരീരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലാണുണ്ടായത്. ഉടൻ തന്നെ സേനാംഗം മുഹമ്മദ് സിറാജുദ്ദീൻ PC ലൈഫ് ബോയുടെയും റോപ്പിന്റെയും സഹായത്താൽ കുളത്തിൽ ഇറങ്ങുകയും മറ്റ് സേനാംഗങ്ങളുടെ സഹായത്താൽ മൃതദേഹം കരയ്ക്ക് എത്തിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണപ്പെട്ട സ്ത്രീ സീതാങ്കോളി ഇടനാട് ബാങ്കിന് സമീപം താമസിക്കുന്ന സുനിതയാണെന്ന് വ്യക്തമായത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുഗു വിയുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ T. അമൽരാജ്, ശ്രീജിഷ K. E. പ്രസീദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. 15-ന് രാത്രി സുനിത ഭക്ഷണം കഴിച്ച് കിടന്നതാണെന്ന് പറയുന്നു. കാണാനില്ലെന്ന് കാണിച്ച് ഭർത്താവ് കുമ്പള പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് സുനിതയ്ക്കായി അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇപ്പോൾ പുഴയിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. FCTA നേതൃത്വത്തിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PK വിനോദ് ഉദ്ഘാടനം ചെയ്തു. ധവളപത്രവും ബജറ്റും കേരള വികസനവും എന്ന വിഷയത്തിൽ FCTO കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ടൗണിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PK വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാരിന്റെ നയമെന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ പിന്തുടർന്ന് വന്നിട്ടുള്ള വികസന ക്ഷേമ നടപടികൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ നയം എന്ന് നാം കാണേണ്ടതുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു, പലിശ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തുകൊണ്ട് 77.6% സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 77.6% ഇങ്ങനെ കൊടുക്കുന്നു. അതിൽ ഞങ്ങളും പെട്ടു, സർക്കാർ ജീവനക്കാരും പെട്ടു, അധ്യാപകരും പെട്ടു. 31.1% സർക്കാർ ജീവനക്കാരായ ഞങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്ന തുക. അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്നത് അധികപ്പറ്റ. കാസർഗോഡ് മേഖലാ ചെയർമാൻ മണികണ്ഠൻ M. അധ്യക്ഷത വഹിച്ചു.
ചടങ്ങിൽ PSCEU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം B രാധാകൃഷ്ണ, KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം A ശ്രീകുമാർ, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം B ജഗദീഷ്, NGOU ജില്ലാ ജോയിന്റ് സെക്രട്ടറി P വേണുഗോപാൽ, FSCTO താലൂക്ക് സെക്രട്ടറി M സുനിൽകുമാർ, FSCTO മേഖലാ കൺവീനർ KG പ്രതീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പെർമനഞ്ചി മുടിമാരു റോഡ് നിർമ്മാണത്തിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഹർഷാദ് വോർക്കാടി റോഡ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വോർക്കാടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ചിരകാല ആവശ്യമായിരുന്ന പെർമനഞ്ചി മുടിമാരു റോഡ് നിർമ്മാണത്തിന് തുടക്കമായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 20 ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഹർഷാദ് വോർക്കാടി റോഡ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷ കമലാക്ഷി K, വോർക്കാടി ഗ്രാമപഞ്ചായത്ത് അംഗം മാലതി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ രാധാ മഞ്ചപ്പ ഷെട്ടി, അബൂബക്കർ പൊയ്യെ, D ബൂബ, ഗംഗാധര ഷെട്ടി, പത്മനാഭ അഡ്യന്തായ, അരുൺകുമാർ ഷെട്ടി, റോണി ഡിസൂസ, വിനോദ് കുമാർ, നാഗേഷ് ബള്ളൂർ പാവൂർ, ജയപ്രകാശ് അഡ്യന്തായ, രാജേഷ് കാനതകട്ടെ തുടങ്ങി നിരവധി പേരും നാട്ടുകാരും സംബന്ധിച്ചു. അബ്ദുൽ ഹിമാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് തോയമ്മൽ കൗവായി മേലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി മാങ്കുളം സത്യൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു. കാഞ്ഞങ്ങാട് തോയമ്മൽ കവ്വായി മേലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി മാങ്കുളം സത്യൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ജൂലൈ 24-നും ഓഗസ്റ്റ് 14-നും ക്ഷേത്രത്തിൽ ഭഗവതി സേവയും ഉണ്ടായിരിക്കും. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പ്രഭാഷണം ഉണ്ടാകും. ക്ഷേത്രം പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, ക്ഷേത്രം സെക്രട്ടറി KV രാജേന്ദ്രൻ, ട്രഷറർ ഡോക്ടർ P പവിത്രൻ, ഗണേശൻ കണ്ടത്തിൽ, അഭിലാഷ് തോയമ്മൽ, ഷൈജു തോയമ്മൽ, പ്രമോദ് തോയമ്മൽ, ജയന്തൻ തോയമ്മൽ, ഗിരീഷൻ C, കുഞ്ഞിരാമൻ V, ശശി കവ്വായി, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് കർക്കടക മാസ സംക്രമ പൂജ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് കർക്കിടക മാസ സംക്രമ പൂജ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ആഘോഷിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങളും പങ്കെടുത്തു. സംക്രമ ദിവസം നടത്തുന്ന സംക്രാന്തി സമാദരം ചടങ്ങിൽ വെച്ച് പ്രശസ്ത ചിത്രകാരൻ അരവിന്ദാക്ഷനെ സദ്ഗമയ തറവാട്ട് കാരണവർ ചന്ദ്രബാബു മേലൊടുക്കം ആദരിച്ചു. ഇന്ത്യൻ ഫുട്ബോളർ മാളവിക സന്നിഹിതയായിരുന്നു. ചടങ്ങിൽ ഭാസ്കരൻ കല്യാൺ റോഡ്, അനിൽകുമാർ കല്യാൺ റോഡ്, സുനിൽകുമാർ കല്യാൺ റോഡ്, രാജു പാണത്തൂർ, മുരളി കല്യാൺ റോഡ്, സുരേഷ് കാസർഗോഡ്, ഉമാ സുരേഷ് ഏരിയാൽ, രാഹുൽ കല്യാൺ റോഡ്, ജിഷ്ണു, വിവേക് മേലൊടുക്കം, ബേബി, ഭവാനി, വാസന്തി, സംക്രമപൂജാ സമിതി, മാതൃസമിതി പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കോത്ത് പടിക്കാൽ ക്ഷേത്രത്തിൽ ചെണ്ട അരങ്ങേറ്റം നടന്നു. മടിയൻ രാധാകൃഷ്ണ മാരാരുടെ ശിക്ഷണത്തിൽ വെള്ളിക്കോത്ത് വാദ്യകലാവേദിയിലെ 11 കലാകാരന്മാരാണ് ചെണ്ടയിൽ ദ്രുതതാളത്തിൽ വിസ്മയം തീർത്തത്. വാദ്യപരിശീലന കളരിയുടെ ഭാഗമായി വെള്ളിക്കോത്ത് വാദ്യകലാവേദിയുടെ നേതൃത്വത്തിൽ നടന്ന ചെണ്ട പരിശീലനത്തിൽ 1 വർഷക്കാലത്തെ പഠനത്തിനു ശേഷം താളവാദ്യത്തിൽ അറിവ് നേടിയ 11 കലാകാരന്മാർ പടിക്കാൽ ക്ഷേത്ര തിരുസന്നിധിയിൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ചെണ്ടയിൽ കൊട്ടി കയറിയപ്പോൾ ക്ഷേത്രസന്നിധിയും ആസ്വാദക വൃന്ദവും ഒരുപോലെ ആത്മനിർവൃതിയിലലിഞ്ഞു.
ക്ഷേത്രത്തിലെ പ്രത്യേക പ്രാർത്ഥനയ്ക്കും ഗുരുവന്ദനത്തിനും ശേഷം കയ്യും കോലും പഞ്ചാരി 3-ാം കാലത്തിൽ തുടങ്ങി 4-ഉം 5-ഉം കാലങ്ങൾ കൊട്ടിക്കയറിയപ്പോൾ ക്ഷേത്രസന്നിധിയും പരിസരവും താളവാദ്യ ലഹരിയിൽ അലിഞ്ഞു. തുടർന്ന് തീരകലശത്തോടുകൂടിയാണ് വാദ്യവിസ്മയത്തിന് പരിസമാപ്തിയായത്. അർജുൻ, ധീരവ് വിജയൻ, ജഗന്നാഥ്, സച്ചിൻ കൃഷ്ണ, ശ്രീശിവ്, ആദിദേവ് രമേശ്, അമർനാഥ്, വിഘ്നേഷ് നികേഷ്, അമൻദാസ് സുദേവ്, അക്ഷയ് ദേവ് എന്നീ കലാകാരന്മാരാണ് കേരളത്തിലെ പ്രശസ്ത വാദ്യകലാകാരനായ മടിയൻ രാധാകൃഷ്ണൻ മാരാരുടെ ശിക്ഷണത്തിൽ ചെണ്ടയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഒപ്പം വലം തലയിൽ മടിയൻ ശ്രീധര മാരാർ, ചെറുവത്തൂർ വിനോദ് മാരാർ, മടിയൻ ഗോപകുമാർ മാരാർ, സിദ്ധാർത്ഥ് മാവുങ്കാൽ, ഇലത്താളവുമായി വിവേക് കണ്ണൻ, രാഹുൽ കണ്ണൻ, അഭിരാം, പ്രണവ് മടിക്കൈ, കൊമ്പും കുഴലുമായി സതീഷ് മടിക്കൈ, നീലേശ്വരം പ്രസാദ്, നിവേദ് വെള്ളിക്കോത്ത്, ശ്രീരാഗ് കാഞ്ഞങ്ങാട്, ജയൻ ലാലൂർ, ഭുവൻദാസ് എന്നിവരും വാദ്യമേളത്തിന് അകമ്പടിയേകി. മേളത്തിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ആസ്വാദകർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കുന്നത്ത് ഭഗവതി കാവിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 17 വരെയാണ് രാമായണ മാസാചരണ പരിപാടി നടക്കുന്നത്. ഭക്തിയും വിഭക്തിയും ചേർന്നതാണ് രാമായണം. ശ്രീരാമകഥകൾ കൊണ്ട് കർക്കിടക മാസത്തെ ഭക്തിസാന്ദ്രമാക്കാൻ വീണ്ടും ഒരു രാമായണ മാസം കൂടി ആഗതമായിരിക്കുകയാണ്. ആധ്യാത്മിക രഹസ്യങ്ങളും ധർമ്മതത്വങ്ങളുമാണ് രാമായണത്തിൽ പറയുന്നത്. ഭക്തിപൂർവം രാമായണം പാരായണം ചെയ്യുമ്പോൾ മനസ്സും ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ഗ്രാമവും സംശുദ്ധമാകുന്നുവെന്നാണ്. രാമൻ്റെ യാത്ര എന്നാണ് രാമായണത്തിനർത്ഥം. വാൽമീകി മഹർഷി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇത് ആദിമകാവ്യം എന്നും അറിയപ്പെടുന്നു. വെള്ളിക്കുന്നത്ത് ഭഗവതി കാവിൽ ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കം കുറിച്ചു. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 17 വരെയാണ് രാമായണ മാസാചരണ പരിപാടികൾ നടക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ജൂലൈ 17 രാവിലെ ഗണപതി ഹോമവും തുടർന്ന് വൈകിട്ട് രാമായണ പാരായണത്തിനും തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി മാധവൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തിയതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി. പി സുധാകരൻ നായരുടെ നേതൃത്വത്തിലാണ് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കമുള്ളവർ രാമായണ പാരായണം നടത്തുന്നത്. ക്ഷേത്രം പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കെ കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരണവും ലയിപ്പിക്കുവാനുള്ള നീക്കവും ഉപേക്ഷിക്കണമെന്ന ആവശ്യം ബാങ്ക് ദേശസാൽകൃത ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് മേഖലാ ഓഫീസ് പരിസരത്ത് ബഹുജന കൂട്ടായ്മയും ധർണയും നടത്തി.
പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരണവും ലയിപ്പിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, പഞ്ചദിന ബാങ്കിംഗ് നടപ്പിലാക്കുക, ബാങ്കിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക, വിരമിച്ചവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം വഹിക്കുക, സ്പെഷ്യൽ അലവൻസ് കൂടി റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കുക, ബാങ്കുകളിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, തൊഴിൽ നിയമ പരിഷ്കാരങ്ങൾ തൊഴിൽ സൗഹൃദമാക്കുക, ബാങ്ക് ജീവനക്കാർക്ക് കരാർ പ്രകാരമുള്ള ഇൻസെന്റീവ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബാങ്ക് ദേശസാൽകൃത ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഓഫീസ് പരിസരത്ത് ബഹുജന കൂട്ടായ്മയും ധർണയും സംഘടിപ്പിച്ചു. സിന്ദാബാദ് സിന്ദാബാദ് ഐക്യമൈക്യം സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ദേശസാൽക്കരണം സിന്ദാബാദ്. വിവിധ ബാങ്കുകളുടെ ജീവനക്കാരും ബാങ്കിൽ നിന്ന് വിരമിച്ചവരും വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളും കൂട്ടായ്മയിൽ പങ്കെടുത്തു. AIBPARC, AKBRF, NCBE, BEFI എന്നീ സംഘടനാ കൂട്ടായ്മയായ ജോയിന്റ് ഫോറം ഓഫ് സ്റ്റാഫ് ആൻഡ് റിട്ടയേഴ്സിന്റെ നേതൃത്വത്തിലാണ് ധർണയും കൂട്ടായ്മയും നടന്നത്. ധർണ CP നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എന്നുള്ള രീതിയിൽ ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ബാങ്കിലെ രാജ്യത്തെ മുതലാളിമാർക്ക് ഈ ബാങ്കിങ്ങിന്റെ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ബാങ്കിന്റെ നയങ്ങൾ മാറ്റി എഴുതപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം നമുക്കറിയാവുന്നത് ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഇത്തരത്തിലുള്ള വലിയ വലിയ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയിൽ ബാങ്കിന്റെ നയങ്ങളൊക്കെ മാറുകയും. PPJ നായർ അധ്യക്ഷത വഹിച്ചു. K രാഘവൻ, VP ശ്രീജിത്ത്, P പ്രകാശ് എന്നിവർ സംസാരിച്ചു. ജിഷ കൃഷ്ണൻ സ്വാഗതവും P കുമാരൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടക ബണ്ട്വാളിൽ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് 21-കാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. ബെൽത്തങ്ങാടി ഒഡിലനൽ സ്വദേശി ചേതനാണ് പിടിയിലായത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ റാക്കിംഗ് പരാതി, 13 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മാർച്ച് നടത്തിയ DYFI പ്രവർത്തകർക്കെതിരെ കേസ്. 107ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവം നാഷണൽ യൂത്ത് ലീഗ് മാർച്ചും ധർണയും നടത്തി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു. 175 പേർക്ക് 5 ലക്ഷം രൂപ വീതമാണ് വിതരണം ചെയ്തത്. കുമ്പള മുജുങ്കാവ് ക്ഷേത്രക്കുളത്തിൽ ഗൃഹനാഥയെ മരിച്ച നിലയിൽ കണ്ടെത്തി. എടനാട് ബാങ്കിന് സമീപത്തെ രാമകൃഷ്ണയുടെ ഭാര്യ M സുനിതയാണ് മരിച്ചത്. FCTAയുടെ നേതൃത്വത്തിൽ സായാഹ്ന സദസ്സ് നടത്തി. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PK വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.